2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അല്പസമയത്തിനകം മുംബൈയിലെത്തും. തുറന്ന ബസ്സിൽ ആരാധകരുടെ സ്നേഹാശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള റോഡ് ഷോ വൈകിട്ട് 5 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറപ്പെടും. താരങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ബസ് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകകപ്പ് നേടി തിരികെ മുംബൈയിലേക്ക് എത്തുന്ന ഇന്ത്യൻ ടീമിന് സഞ്ചരിക്കാനുള്ള തുറന്ന ബസ് ഇപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ബസ് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ, ഏതാനും നിമിഷങ്ങൾ മാത്രം ഇന്ത്യൻ ടീം കൂടി മുംബൈയിൽ വിമാനമിറങ്ങും. നേരെ ഹോട്ടലിലേക്ക് പോയതിനു ശേഷം വാങ്കഡയിലേക്ക് ഹോട്ടലിൽ നിന്ന് ബസ്സിലെത്തുന്നു. അതിനുശേഷം വാങ്കഡയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ തുറന്ന ബസ്സിലായിരിക്കും ഇന്ത്യൻ ടീം മുംബൈയിൽ റോഡ് ഷോ നടത്താൻ വേണ്ടി പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാകുന്നു. വൈകിട്ട് 5 മണിയോടെ വാങ്കഡയിൽ നിന്ന് ബസ്സിന് മുകളിൽ താരങ്ങൾ കയറി കഴിഞ്ഞാൽ കിരീടവുമായുള്ള റോഡ് ഷോ തുടങ്ങുകയായി. വാങ്കഡയിൽ നിന്ന് നരിമാൻ പോയിന്റ്, അവിടെ നിന്ന് തിരികെ വാങ്കഡയിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ മറൈൻ ഡ്രൈവിലൂടെ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടുള്ള റോഡ് ഷോ വരുന്നു. 7 മണിയോടെ തിരികെ എത്തിക്കഴിഞ്ഞാൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ചരിത്രമുറങ്ങുന്ന 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് കിരീടമുയർത്തിയ വാങ്കഡയിൽ അനുമോദന ചടങ്ങുകളാണ്. BCCI പ്രഖ്യാപിച്ചിട്ടുള്ള 125 കോടി എന്ന വലിയ പ്രൈസ് മണി നൽകുന്ന ചടങ്ങും ഇതോടൊപ്പമുണ്ട്. അരമണിക്കൂർ മാത്രം നീളുന്ന ചടങ്ങുമാണ് വാങ്കഡയിൽ പിന്നീട് നടക്കുന്നത്. 7:30 പരിപാടികൾ പൂർത്തിയായി താരങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങും. വലിയ ആരാധകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. മുംബൈയിൽ മറൈൻ ഡ്രൈവിൽ ആകെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ബാരിക്കേഡുകൾ തീർത്ത് ആളുകളെ നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ 2007 ജോഹന്നാസ്ബർഗിൽ കിരീടം നേടി മടങ്ങിയെത്തിയ ടീം സമാനമായ റോഡ് ഷോ നടത്തിയപ്പോൾ അന്ന് മുംബൈ നഗരം ആകെ ഗതാഗത കുരുക്കുണ്ടായ, ആകെ നിശ്ചലമായ തരത്തിൽ വലിയ കാഴ്ചകളായിരുന്നു, ആഘോഷ കാഴ്ചകളായിരുന്നു കണ്ടത്. അതിന് സമാനമോ അല്ലെങ്കിൽ അതിലധികമോ വലിയ ഒരു സ്വീകരണം, ആഘോഷമാണ് മുംബൈയിൽ കാണാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറുകൾക്കകം ആ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഇപ്പോൾ ടീമിന് സഞ്ചരിക്കാനുള്ള ബസ് കൂടി മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. വരുൺ വി നായർക്കൊപ്പം വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.